തടാകങ്ങളുടെ നഗരം, സിറ്റി ഓഫ് ലേക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉദയ്പൂരിൻ്റെ ഹൃദയത്തിലേക്ക് പിച്ചോളയുടെ നീലവെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം നോക്കി നിൽക്കുന്ന ഒരു രാജകീയ അത്ഭുതമാണ് സിറ്റി പാലസ്. മേവാർ മഹാരാണന്മാർ നൂറ്റാണ്ടുകളോളം പണിതുയർത്തിയ ഈ മഹാപ്രസാദം വീരത്തിൻ്റെ കഥയും റാണിമാരുടെ സൗന്ദര്യവും ഒരിക്കലും കീഴടങ്ങാത്ത രാജവംശത്തിൻ്റെ ആത്മാവും ഓരോ കല്ലിലും കൊത്തിവച്ചിരിക്കുന്നു. മാർബിളും കണ്ണാടികളും നിറഞ്ഞ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ചരിത്രം ഇന്നും നിശബ്ദമായി നമ്മോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. നിങ്ങൾ വാ, നമുക്ക് സിറ്റി പാലസിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. ഇന്നലെ രാത്രി ഏകദേശം പുലർച്ചെ വരെ യാത്ര തന്നെയായിരുന്നു. ചിത്തോർഗഡിൽ നിന്ന് ഏകദേശം 2 മണി ആവുമ്പോഴാണ് ഞങ്ങൾ ഉദയ്പൂരിലെത്തിയത്. എന്നാലും 10-10:30 മണിയാവുമ്പോഴേക്ക് വീണ്ടും കുളിച്ച് ഡ്രസ്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. റൂമിൽ തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. ഒന്നുമല്ല, ബാച്ചിലേഴ്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, മാഗി. പറയാൻ മറന്നു, സോളോ യാത്രയായിരുന്നെങ്കിലും എനിക്ക് അജ്മീറിൽ നിന്ന് കിട്ടിയ എൻ്റെ പ്രിയപ്പെട്ട 2 കൂട്ടുകാരാണ്. ഇവർ നാട് മുഴുവൻ യാത്ര ചെയ്യുന്നവരാണ്. ഇനി അങ്ങോട്ട് ഇവരും എൻ്റെ കൂടെ ഉണ്ടാകും. ഉദയ്പൂർ നിങ്ങൾക്കറിയാമല്ലോ, പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകൾ കവർ ചെയ്യാൻ തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്ക് റെൻറ്റിനെടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തി. താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ട് താഴത്താണ് ഈ റെൻ്റേ ഷോപ്പ് ഉള്ളത്. അവിടെ നിന്ന് 2 സ്കൂട്ടി 350 രൂപ വെച്ച് ഞങ്ങൾ റെൻറ്റിനെടുത്തു. നേരെ ഞങ്ങൾ ആദ്യം പോകുന്നത് സിറ്റി പാലസിലേക്കാണ്. സിറ്റി പാലസിൻ്റെ തൊട്ട് മുമ്പിലെത്തിയപ്പോഴാണ് ഈ രാജസ്ഥാനി ഫംഗ്ഷൻ്റെ ഈ ഒരു ഘോഷയാത്ര പോലെയുള്ള ഒരു ചടങ്ങ് ഞങ്ങൾ കാണുന്നത്. അവിടെ കുറച്ചു നേരം നിന്നു. പെയ്ഡ് പാർക്കിങ്ങിലിട്ട് അല്പം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സിറ്റി പാലസിൻ്റെ കവാടത്തിൻ്റെ തൊട്ടടുത്തായി നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. 400 രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ്. സ്റ്റുഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസെഷൻ ലഭിക്കുന്നതാണ്. ഉദയ്പൂരിലെ സിറ്റി പാലസ് സമുച്ചയത്തിലേക്കുള്ള പ്രവേശനം തന്നെ രാജസ്ഥാൻ്റെ രാജകീയ ചരിത്രത്തിലേക്കുള്ളൊരു യാത്രയാണ്. ആദ്യം നമ്മൾ കടന്നു പോകുന്നത് ശക്തവും ഭംഗിയാർന്നതുമായ ബാരിപോൾ ഗേറ്റിലൂടെയാണ്. ഈ വാതിൽ ശത്രുക്കളിൽ നിന്ന് കൊട്ടാരത്തെ കാക്കാൻ പണിത ശക്തിയുടെ പ്രതീകമാണ്. ബാരിപോൾ കടന്നാൽ മുന്നിൽ തുറന്നു കിടക്കുന്നത് അലങ്കാരങ്ങളാലും ശില്പസൗന്ദര്യത്താലും ശ്രദ്ധേയമായ ത്രിപോളിയ ഗേറ്റ് ആണ്. 3 വളവുകളുള്ള ഈ പ്രധാന പ്രവേശന കവാടം മഹാരാജാക്കന്മാരുടെയും രാജകുടുംബത്തിൻ്റെയും ഔദ്യോഗിക ചടങ്ങുകൾക്കിടെയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഗേറ്റുകളുടെ വാതിലുകളിൽ കാണുന്ന കൊത്തുപണികളും ചിഹ്നങ്ങളും മേവാർ വംശത്തിൻ്റെ വീരതയും അഭിമാനവും ഓർമ്മിപ്പിക്കുന്നു. സിറ്റി പാലസിൻ്റെ 2ാം പ്രവേശന കവാടം കടക്കുമ്പോൾ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കവാടത്തിൻ്റെ ഇരുവശത്തുമായി നിശ്ചലമായി നിൽക്കുന്ന 2 ഗജവീരന്മാരാണ്. രാജകീയ വേഷഭൂഷങ്ങളും ആയുധങ്ങളുമായി തീർത്ത ഈ പ്രതിമകൾ മേവാർ രാജവംശത്തിൻ്റെ വീരതയും കാവൽ ചുമതലയുമാണ് പ്രതിനിധീകരിക്കുന്നത്. കൊട്ടാരത്തിലേക്ക് കടക്കുന്ന ഓരോരുത്തർക്കും ഇത് സാധാരണ ഒരു പ്രവേശനമല്ല, രാജാക്കന്മാരുടെ ലോകമാണ് എന്ന തിരിച്ചറിവ്. സിറ്റി പാലസിൻ്റെ മുൻവശ കാഴ്ച തന്നെ ഉദയ്പൂരിനെ തടാകങ്ങളുടെ നഗരം എന്ന പേരിന് അർഹമാക്കുന്ന ഭംഗിയാണ്. പിച്ചോള തടാകത്തിൻ്റെ തീരത്ത് വെളുത്തും മഞ്ഞ നിറത്തിലുമുള്ള കല്ലുകളിൽ പണിത ഈ മഹത്തായ കൊട്ടാരം വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ ഒരു സ്വപ്നലോകം പോലെ തോന്നും. ഉയർന്ന മതിലുകൾ, നിരനിരയായി നിലകൊള്ളുന്ന ജാലി ജനാലകൾ, ഛത്രികളും ബാൽക്കണികളും ചേർന്ന സിറ്റി പാലസിന് അപൂർവ രാജകീയ സൗന്ദര്യം നൽകുന്നു. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ കൊട്ടാരം ഒരു കാലഘട്ടത്തിൻ്റെ ശക്തിയും ശില്പകലയും നൈപുണ്യവും കഥ പറയുന്ന ജീവിക്കുന്ന ചരിത്രം പോലെ മുന്നിൽ വിരിയുന്നു. ഉദയ്പൂരിലെ സിറ്റി പാലസാണ് രാജസ്ഥാനിൽ ഏറ്റവും വലിയതും മനോഹരവുമായ കൊട്ടാര സമുച്ചയം. മഹാറാണ ഉദയ് സിംഗ് 1559 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് വന്ന രാജാക്കന്മാർ ഓരോരുത്തരും അതിൻ്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു ഹിസ്റ്ററിക്കൽ ലെയർ പോലെ നമുക്ക് തോന്നാം.
മുഗൾ സ്റ്റൈൽ, രജപുത്ത സ്റ്റൈൽ, മേവർ, റോയൽ ഡിസൈനുകളുടെ എല്ലാം ഒരുമിച്ച് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 22 തലമുറകളായി ഏകദേശം 400 വർഷമെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കണ്ണാടിപ്പണികൾ, മാർബിൾ കൊത്തുപണികൾ, ചുവർ ചിത്രങ്ങൾ എന്നിവയെല്ലാം പ്രധാന ആകർഷണങ്ങളാണ് ഇവിടെ. കൊട്ടാരത്തിൻ്റെ പ്രധാന നിലയിലേക്ക് കയറുന്നതിന് മുമ്പായി രാജാക്കന്മാരുടെ ചിത്രങ്ങളാണ് നമ്മെ വരവേൽക്കുന്നത്. ഓരോ ചിത്രത്തിൻ്റെയും അടുത്ത് ആ രാജാവിൻ്റെ ഭരണകാലവും യുദ്ധങ്ങളും വിജയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ചരിത്രവും കൂടി തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അകത്തേക്ക് കടന്ന ശേഷം ആദ്യം നമ്മൾ എത്തുന്നത് മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ മേവാർ രാജവംശത്തിൻ്റെ അമൂല്യമായ പൈതൃകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. രാജാക്കന്മാർ ഉപയോഗിച്ച ആയുധങ്ങൾ, വേഷഭൂഷകങ്ങൾ, ചിത്രങ്ങൾ, രാജകീയ ഉപകരണങ്ങൾ എല്ലാം തന്നെ ചരിത്രത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ പോലെ മുന്നിൽ വരികയുന്നു. ഈ മ്യൂസിയം സിറ്റി പാലസിൻ്റെ മഹത്വം, നൂറ്റാണ്ടുകളായുള്ള കഥകളും നമ്മളോട് നിശബ്ദമായി പറഞ്ഞു തരുന്ന ആദ്യ അനുഭവങ്ങളാണ്. മ്യൂസിയത്തിനുള്ളിലേക്ക് കടന്നാൽ ഓരോ മുറിയും മേവാർ രാജവംശത്തിൻ്റെ ഒരു കാലഘട്ടം പോലെ നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നു. ആദ്യ മുറിയിൽ ഇരുമ്പ് ഹെൽമറ്റും കവർച്ചയും ധരിച്ചിരുന്ന യോദ്ധാവിൻ്റെ പ്രതിമ അന്നത്തെ സൈനികരുടെ യുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാം മുറിയിൽ ഭീമമായ കുതിരയും പ്രതിമയും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സൈനിക രൂപവും കാണാം. രാജാക്കന്മാരുടെയും സേനാധിപന്മാരുടെയും യുദ്ധഭൂമിയിലേക്ക് എത്തിച്ചിരുന്ന കുതിരകളുടെ ശക്തിയും മേവാർ സൈന്യത്തിൻ്റെ അജയ്യതയും ഇത് പ്രതിനിധീകരിക്കുന്നു. അടുത്ത മുറിയിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ ഇരുമ്പ് യുദ്ധവേഷങ്ങൾ, വിവിധ രൂപത്തിലുള്ള ഷീൽഡുകൾ, നീളം കൂടിയതും വളഞ്ഞതുമായ വാളുകൾ, മൂർച്ചയുള്ള കുന്തങ്ങൾ, മറ്റു ആയുധങ്ങൾ എന്നിവ ക്രമമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓരോ ആയുധത്തിനും അതിൻ്റെ സ്വന്തം ചരിത്രവും യുദ്ധങ്ങളും ഉണ്ട്. ഇതിനു പുറമെ ചില മുറികളിൽ ചിത്രങ്ങൾ, രാജകീയ ചിഹ്നങ്ങൾ, യുദ്ധരേഖകൾ എന്നിവയും കാണാം. ഈ എല്ലാ മുറികളിലൂടെയും കടന്നു പോകുമ്പോൾ മേവാർ രാജവംശത്തിൻ്റെ ധൈര്യവും ത്യാഗവും രാജസ്ഥാനിൻ്റെ വീരപാരമ്പര്യവും നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു ചരിത്രമായി മ്യൂസിയം നമുക്ക് തോന്നാൻ. മ്യൂസിയത്തിലെ ചില മുറികളിൽ വിവിധതരം ആയുധങ്ങൾ മേൽക്കൂരയിൽ തന്നെ അലങ്കാരമായി ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. വാളുകളും ഷീൽഡുകളും കുന്തങ്ങളും ഒരുമിച്ച് മേൽക്കൂരയിൽ തൂക്കിയിട്ടിരിക്കുന്നത് യുദ്ധത്തിന് എല്ലായ്പ്പോഴും തയ്യാറായിരുന്ന മേവാർ സൈന്യത്തിൻ്റെ ജാഗ്രതയും ശക്തിയും പ്രതിനിധീകരിക്കാനാണ്. താഴെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ ഈ ആയുധങ്ങൾ ഒരു സംരക്ഷണ വലയം പോലെ തോന്നുകയും കൊട്ടാരം തന്നെ യുദ്ധവീര്യത്തിൻ്റെ അടയാളമാണെന്ന സന്ദേശം നൽകുകയും ചെയ്യുന്നു. ശില്പ സൗന്ദര്യത്തിൻ്റെയും യുദ്ധചരിത്രം ചേർന്ന ഈ കാഴ്ച സന്ദർശകരുടെ മനസ്സിൽ ആഴമുള്ള ഒരു അനുഭവമായി പതിയുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇടുങ്ങിയ പടികളോട് ചേർന്ന വെള്ളിയിൽ തീർത്ത ഒരു ദൈവരൂപം നിശബ്ദമായി നിൽക്കുന്നത് കാണാം. രാജകുടുംബം ഓരോ നിലയിലേക്കും കടക്കുന്നതിന് മുമ്പ് വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും തുടക്കം കുറിച്ചിരുന്നു എന്നതിന് ഒരു ചെറിയ ദേവസ്ഥാനം തന്നെ ഒരു തെളിവാണ്. ഇവിടെ നിന്ന് തുടങ്ങുന്നത് പടികൾ മാത്രമല്ല, ചരിത്രത്തിലേക്കുള്ളൊരു യാത്ര കൂടിയാണ്. രണ്ടാം നിലയിലെ മ്യൂസിയ വിഭാഗത്തിലേക്ക് നാം കടക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് വിവിധ ദൈവങ്ങളുടെ പ്രതിമകളാണ്. രാജകുടുംബത്തിൻ്റെ ദിനചര്യയിൽ വിശ്വാസത്തിനുണ്ടായിരുന്ന വലിയ സ്ഥാനമാണ് ഈ പ്രതിമകൾ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം മതിലുകളിലൊട്ടാകെ അലങ്കരിച്ചിരിക്കുന്ന പഴയ ചിത്രകലകൾ, അതായത് പെയിൻറ്റിങ്സ്, രാജാക്കന്മാരുടെ ജീവിതം, രാജസഭ, ഉത്സവങ്ങൾ, എല്ലാത്തിനും മേലെ വലിയ യുദ്ധങ്ങൾ, ഈ ഭീമാകാര യുദ്ധചിത്രങ്ങൾ കുതിരപ്പടയും പടയാളികളും വാളുയർത്തി മുന്നേറുന്ന ഒരു കാലഘട്ടത്തെ നമ്മുടെ മുന്നിൽ തന്നെ ജീവന്തമാക്കി നിർത്തുന്നു. ഓരോ ചിത്രങ്ങളും ഒരു കഥയാണ്. മ്യൂസിയത്തിലെ ഈ നിലയത്തിൽ നിൽക്കുമ്പോൾ ചരിത്രം കാണുകയല്ല, ചരിത്രത്തിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം.
മുൻപത്തെ നിലകളിൽ നിന്നു കുറുകിയ കയറ്റുപടികൾ കയറി 3-ാം നിലയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മറ്റൊരു കാലഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇവിടെ രാജവംശത്തിൻ്റെ സ്വകാര്യ ജീവിതവും ആഡംബരവും തുറന്നു കാട്ടുന്ന ഭാഗങ്ങളാണ് കൂടുതലായി കാണാൻ കഴിയുന്നത്. ഈ നിലയിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രധാനമായത് രാജകുടുംബം ഉപയോഗിച്ചിരുന്ന കലാസൃഷ്ടികൾ, പെയിൻറ്റിങ്ങുകൾ, രാജകീയ ഫർണിച്ചറുകൾ എന്നിവയാണ്. ഓരോ ചിത്രവും വെറും അലങ്കാരമല്ല, മറിച്ച് അന്നത്തെ യുദ്ധങ്ങളും വിജയങ്ങളും രാജാക്കന്മാരുടെ ധൈര്യവും കഥ പറയുന്ന ചരിത്രരേഖകളാണ്. വലിയ യുദ്ധചിത്രങ്ങൾ രാജസ്ഥാനിലെ വീരചരിത്രം നമ്മോട് മൗനമായി സംസാരിക്കുന്നത് പോലെ തോന്നിക്കും. ഇവിടെ കാണുന്ന ചെറിയ തുറന്ന പ്രദേശങ്ങളും അതിനോട് ചേർന്നുള്ള മാർബിളിൽ നിർമ്മിച്ച പാത്രം, കുളം പ്രത്യേക ശ്രദ്ധ നേടുന്നതാണ്. ഇത് അലങ്കാരത്തിനായി മാത്രമല്ല, രാജാക്കന്മാർ ആരാധനയ്ക്കും ശുദ്ധീകരണ ചടങ്ങുകൾക്കും ഉപയോഗിച്ചിരുന്നു എന്ന് പുണ്യജലം സംഭരിക്കാനായിട്ടാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മാർബിൾ ഉപയോഗിച്ചത് ശുദ്ധജലം ശുദ്ധമായി നിലനിൽക്കാനായിരുന്നു അത്രേ. സിറ്റി പാലസിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള 4ാമത്തെ ഫ്ലോറിലാണ് ഇപ്പം നമ്മളുള്ളത്. ഏറ്റവും ശാന്തവും മനോഹരവുമായ ഇടങ്ങളിലൊന്ന്. ചുറ്റും പച്ചമരങ്ങൾ, നടുവിൽ വിശ്രമിക്കാനുള്ള തുറന്ന സ്ഥലം, അതോടൊപ്പം തന്നെ നിലത്തും ചുമരുകളിലും കാണുന്ന അത്ഭുതകരമായിട്ടുള്ള മാർബിൾ വർക്ക് ഈ സ്ഥലത്തിന് രാജകീയ ഭംഗി നൽകുന്നു. വെളുത്ത മാർബിളിൽ കൊത്തിയെടുത്ത സൂക്ഷ്മ ഡിസൈനുകൾ, വിരൽപ്പണിയുടെ കൃത്യത, ഇവയെല്ലാം അന്നത്തെ കലാകാരന്മാരുടെ അതീതമായ കഴിവിൻ്റെ തെളിവുകളാണ്. വർഷങ്ങൾ കടന്നു പോയിട്ടും ഈ മാർബിൾ ഭംഗി ഇന്നും അതുപോലെ തിളങ്ങി നിൽക്കുന്നത് സിറ്റി പാലസിൻ്റെ മഹത്തായ പൈതൃകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇവിടെ കുറച്ച് നിമിഷം നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതാണ്: ഇതൊരു കൊട്ടാരം മാത്രമല്ല, കലയും പ്രകൃതിയും ശാന്തതയും ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു ലോകമായിരുന്നു എന്നാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഈ കൊച്ചു കൊട്ടാരത്തിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഭാഗം, ഒരിക്കൽ രാജാക്കന്മാർ മാത്രം നടന്ന വഴികളും ഇന്നും മറഞ്ഞു കിടക്കുന്ന അത്ഭുത കഥകളും നിങ്ങളെ കാത്തിരിക്കുന്നു. സൈനിങ് ഓഫ്, മുബഷിർ സറൂഹ്. ബൈ.